കടയുടെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഓണർ വന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഈ ഫയലിൽ ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്, ഇതിനി നിൻ്റെ കയ്യിലല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി വാങ്ങാൻ പോകുമ്പോൾ ശ്രുതി പറയും, അങ്കിൾ നിൽക്ക്, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ആൻറ്റിയുടെ കയ്യിൽ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് എല്ലാം ആൻറ്റിയാണ്, അപ്പോൾ ഇതൊക്കെ എല്ലാം ആൻറ്റിയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ഹാപ്പിനെസ് ആവും കേട്ടോ. എന്നിട്ട് അത് നേരെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്ര അത് പോയിട്ട് വാങ്ങിയതിന് ശേഷം ശ്രുതിയുടെ കയ്യിൽ അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി, അമ്മേ കണ്ടില്ലേ എൻ്റെ കട എന്നൊക്കെ അവർ പറയും കേട്ടോ. അതിനുശേഷം അച്ഛനെയും അച്ഛമ്മയ്ക്കും ഒക്കെ പോയി അത് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട അച്ഛമ്മ എൻ്റെ കടയാണ്, എൻ്റെ കട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. അതിനുശേഷം ശ്രുതിനെ ആ ഓണർ വിളിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, ശ്രുതി ഇത് കണ്ടോ, ഈ 2 പേര് ഇവിടെ കാലങ്ങളായിട്ട് ഞാൻ ഈ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ള ആൾക്കാരാണ്, ഇവർക്ക് നിന്നെ നന്നായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം, ഇവർക്ക് നല്ല അറിവും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഹെൽപ്പാവും, ഇവരെ തന്നെ ഒരിക്കലും പറഞ്ഞു വിടരുത് എന്ന് തന്നെ പറയും. അപ്പോൾ ശ്രുതി ആ എന്നൊക്കെ പറയും കേട്ടോ. അതിന് ശേഷം അയാൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ വർഷയുടെ അമ്മ നിന്നിട്ട് ഓരോന്ന് AC ഒക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ വേഗം തന്നെ ശ്രുതി അങ്ങോട്ട് പോവാണ്. ആൻറ്റിക്ക് എന്താ വേണ്ടത്, നല്ല നല്ല ഇത് നോക്കി എടുത്തോളൂ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല മോഡൽ, പുതിയ മോഡൽ മതി എന്ന് പറയും. അപ്പോൾ പുതിയ മോഡലുണ്ട്, 1,00,000 രൂപയുടെ ഒരു മോഡലുണ്ട്, അത് ഞങ്ങളുടെ ഷോറൂമിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വർക്ക് ചെയ്യുന്ന ഒരാളെന്നെ വിളിച്ചിട്ട് അത് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയുടെ ഫ്രണ്ടിനോട് പറയും, കണ്ടോ ബാമേ, അവളെന്നെ ഞാൻ വിളിച്ചത് ഇപ്പോൾ വെറുതെ ഇല്ലെന്ന് മനസ്സിലായില്ലേ, ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അവളെന്നെ വിളിച്ചത് എന്ന് പറയും കേട്ടോ. ഈ സമയത്താണെങ്കിൽ രേവതി ഒരു മിക്സി തിരഞ്ഞെടുക്കും. എന്നിട്ട് പറയും, ഇതിനാണെങ്കിൽ വിലയും കുറവാണ്, നല്ല മിക്സിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, അപ്പോൾ നമുക്ക് ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചിട്ട് സച്ചി രേവതിയും കൂടി വരികയാണ്. അപ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കും, നിങ്ങൾ എങ്ങടെ പോകണേ ചോദിക്കുമ്പോൾ ഇത് ബില്ലടിക്കാമെന്ന് പറയും. നിങ്ങൾ ബില്ലടിക്കാൻ വരട്ടെ, ഇള്ളയിൽ ഏറ്റവും വില കുറഞ്ഞൊരു മിക്സി എടുത്തിട്ട് അവൾ വന്നിരിക്കുക. അതെ, ആദ്യം നമ്മുടെ വർഷയുടെ അമ്മ ബില്ലടിക്കട്ടെ, കാരണം അവൾ 1,50,000 രൂപയുടെ സാധനം വാങ്ങിക്കണം. ആദ്യം തന്നെ വലിയ തുകയുടെ സാധനം ബില്ലടിച്ചാൽ മതി, എന്നിട്ട് നിങ്ങളുടെ ഈ 5,000 രൂപയുടെ സാധനം ബില്ലടിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയട്ടോ. എന്നിട്ട് ആദ്യം വർഷയുടെ അമ്മേനെ കൊണ്ട് ബില്ലടിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിനെ കൊണ്ട് അച്ഛമ്മ ബില്ലടിപ്പിക്കും കേട്ടോ. അതിനുശേഷം അച്ഛമ്മ ചന്ദ്രമതിനെ വിളിക്കുകയാണ്, നീ ഒന്നും കൂടി വന്നേ എന്നുകൊണ്ട് ചന്ദ്രമതിനെ വിളിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് ചന്ദ്രനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.